റമദാൻ മാസത്തിൽ തലസ്ഥാനത്തെത്തുന്ന യാത്രക്കാരായ നോമ്പുകാർക്ക് ആശ്വാസമായി തമ്പാനൂർ ജുമാ മസ്ജിദ്. നോമ്പ് തുറയ്ക്ക് പുറമെ ഇടയത്താഴവും നൽകുന്ന പള്ളിയിൽ ദിവസവും എത്തുന്നത് നൂറുകണക്കിന് വിശ്വാസികളാണ്. നോമ്പുകാലത്ത് തലസ്ഥാനത്തുകാരുടെ പ്രധാന ആശ്രയ കേന്ദ്രമാണ് തമ്പാനൂർ ജുമാ മസ്ജിദ്. റെയിൽവേ സ്റ്റേഷനും KSRTCയും അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന തമ്പാനൂരിൽ യാത്രക്കാർ കൂടുതൽ ആശ്രയിക്കുന്നത് ഈ ജുമാ മസ്ജിദിനെയാണ്. ഇടയത്താഴവും നോമ്പുതുറയും നൽകുന്ന ഇവിടെ റമദാനിലെ മുഴുവൻ ദിവസവും സജീവമാണ്. ദൂരത്തുള്ള ആൾക്കാരാണ് ഇവിടെ വന്നത്. പഠിക്കാൻ പറഞ്ഞ കുട്ടികളുണ്ട്, ട്രെയിനിൽ പോകണതുണ്ട്, ബസ്സിൽ പോകണതുണ്ട്. അവർ വന്ന് ഫ്രൂട്ട്സ് കേൾക്കും, ഫ്രൂട്ട്സ് കൊടുക്കും, കഞ്ഞി കൊടുക്കും, കപ്പ കൊടുക്കും. ഇതെല്ലാം നമ്മളിവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞതൊരു 600 പേരെങ്കിലും മാക്സിമം ഇവിടെ ഉണ്ടാവും. സ്നാക്സും ഫ്രൂട്ട്സ് കൊടുക്കും, പിന്നെ നാരങ്ങ വെള്ളമുണ്ട്, ചായ ഉണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോൾ ചില ദിവസങ്ങൾ പലഹാരമുണ്ട്, ചില ദിവസം കഞ്ഞി, പയറല്ലെങ്കിൽ കപ്പ മാറി മാറി വരും. ഈ ഹോസ്പിറ്റലിലൊക്കെ വരുന്നവർ ഇവിടെ താമസിക്കുന്നു. അവരും പിന്നെ പുറത്ത് ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന പിള്ളേരൊക്കെ രാത്രി വന്ന് ഇടയത്താഴും. ഒരു 100-150 പേര് അടുപ്പിച്ചുകൂടെ വന്ന് ഇടയത്താഴും. അതൊക്കെ അവർക്ക് വലിയ അനുഗ്രഹമാണ്. പ്രത്യേകം തയ്യാറാക്കുന്ന ഔഷധക്കഞ്ഞിയാണ് നോമ്പുതുറയുടെ പ്രധാന ആകർഷണം. ഫ്രൂട്ട്സും പലഹാരങ്ങളും ശീതളപാനീയങ്ങളും നോമ്പുതുറക്കായി തയ്യാറാണ്. അഞ്ഞൂറിലധികം ആളുകളാണ് ദിവസേന നോമ്പു തുറക്കാനായി പള്ളിയിലേക്ക് എത്തുന്നത്. അതിലേറെയും വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയ യാത്രക്കാരാണ്. മറ്റു സ്ഥലങ്ങളിലേക്കാൾ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന സ്ഥലമാണ്. യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. എല്ലാവർക്കും വളരെ നന്നായിട്ട് ഇവിടുത്തെ ആളുകൾ നോക്കുന്നുണ്ട്. എല്ലാവരും നന്നായി സഹകരിക്കുന്നുണ്ട്. പല ആവശ്യങ്ങൾക്കും സെക്രട്ടേറിയറ്റിലേക്കും ഇവിടുത്തെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വരുന്നവർക്ക് വലിയൊരു സൗകര്യമായിട്ടാണ് കാണുന്നത്. ഏതായാലും അള്ളാഹു ഇവർക്ക് നല്ല ഗുണം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. KSRTC തൊഴിലാളികൾ തന്നെ രാത്രി വെളുപ്പിലെ 4 മണിക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അത്താഴത്തിൻ്റെ സൗകര്യം വരെ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് നാളെ ദിനം എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടുള്ളത്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, നല്ല ബർക്കത്തായിട്ട് നോമ്പും തുറന്ന് നമസ്കരിച്ച് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഇതൊരു എക്സ്പീരിയൻസ് ഞാൻ ചെയ്യുന്നത്. വളരെ നന്നായിട്ടുണ്ട്. നോമ്പുതുറ മാത്രമല്ല, അതിരാവിലെയുള്ള ഇടയത്താഴവും പള്ളിയിൽ ഒരുക്കിയിട്ടുണ്ട്. വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ ഓരോ ദിവസവും ഇതിനായി തയ്യാറാക്കും. കഞ്ഞി ഇവിടെ നമ്മൾ കൊടുക്കുന്ന മസാല കഞ്ഞിയാണ്. മസാല കഞ്ഞി ഔഷധ ഗുണമുള്ള കഞ്ഞിയാണ്. ഒരുപാട് സ്പൈസസ് ഒക്കെ ചേർത്ത് നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന കഞ്ഞിയാണ്. ഇടയത്താഴത്തിന് ചില സമയം നെച്ചോറ് ഇറച്ചിയായിരിക്കും, ചില സമയങ്ങളിൽ ചോറും ചോരയും മീൻകറി ഇതൊക്കെയാണ് കൊടുക്കുന്നത്. അച്ചാറ്, കോഴിയിറച്ചി, മട്ടനുണ്ട്, ചില ബീഫ് ഉണ്ടാവും, പിന്നെ ഇടിയപ്പം, അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പ്രത്യേകമായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4:30 മണി കഴിഞ്ഞിട്ടാണ് കഞ്ഞി വിതരണം തുടങ്ങുന്നത്. ആ സമയത്തൊക്കെ ഈ പരിസരത്തുള്ള ആൾക്കാരെല്ലാം വരും. ആറ്റുകാൽ പൊങ്കാലയ്ക്കെല്ലാം നമ്മൾ വിപുലമായ സൗകര്യമാണ് ചെയ്തു കൊടുത്തത്. തലസ്ഥാനത്ത് കുറഞ്ഞ നിരക്കിൽ താമസിക്കാനുള്ള സൗകര്യവും പള്ളിയുടെ സമീപത്തായി ഒരുക്കിയിട്ടുണ്ട്. നിരവധി പേരാണ് ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നത്. ഇങ്ങനെ നോമ്പുകാലത്ത് വിശ്വാസികൾക്ക് സംതൃപ്തി നൽകുന്ന ഇടം കൂടിയാവുകയാണ് തമ്പാനൂർ ജുമാ മസ്ജിദ്. ക്യാമറാമാൻ ഷമീമിനൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.